വിഷയം പുത്രനിങ്ങനെ എന്താണ് ധാർമ്മിക പ്രതിസന്ധിയുടെ സങ്കല്പനത്തിന്റെയും പ്രയോഗത്തിന്റെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചില പ്രയോഗങ്ങളിലെ പ്രശ്നങ്ങൾ ആണ് അതിനെക്കുറിച്ചാണ് ചിന്തിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച ചില കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അതിലെ വിഷയം പെൺ ശരീരസ്ഥരുടെ ധാർമ്മിക പ്രതിസന്ധി എന്നാണ്. ഇത് പെൺ ശരീരസ്ഥർ എന്ന് പറയുമ്പോൾ പെൺ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷേ അതിന് വേറൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. പെൺ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുകയാണോ അതോ പിന്നെ ആളുകളുടെ ആരുടെയെങ്കിലും ശരീരം എന്നുള്ളതാണോ? ഇത് രണ്ടും അങ്ങനെ വേർതിരിക്കാതെ ഒരുമിച്ച് പറയാന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് ഇല്ല, അതുകൊണ്ട് ശരീരസ്ഥർ എന്ന് പറയാണ്. അപ്പൊ പെൺ ശരീരസ്ഥർ എന്ന് പറയുന്നതില് കൺവെൻഷനലായിട്ട് സ്ത്രീകളെന്ന് അറിയപ്പെടുന്നവരും ഉണ്ടാവും. അതുപോലെ ട്രാൻസ്മെൻ ആളുകൾ വരുന്നു. അവര് ശരീരത്തിലെ ഒരു ശരീരം പെണ്ണെന്ന് ബാക്കിയുള്ളവർ നോക്കി പറയുകയും അവര് പെണ്ണല്ല എന്നുള്ള രീതിയിൽ സ്വയം ഐഡന്റിഫൈ ട്രാൻസ്മെൻ എന്നോ അല്ലെങ്കിൽ മെന്നെന്നോ ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പൊ അതില് സ്ത്രീകൾക്കും അവർക്കും ഒരേപോലെ അനുഭവിക്കേണ്ടി വരുന്ന ചില ധാർമ്മിക പ്രതിസന്ധികളുണ്ട്. അവരുടേതെന്ന് പറഞ്ഞാല് ട്രാൻസ്മെൻ അവർക്ക് ഈവൻ ഈ പെൺ ശരീരത്തിന്റെ ധർമ്മങ്ങൾ പുലർത്താൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുന്നത് ഒരു പെൺ ശരീരത്തിന്റെ ധർമ്മങ്ങൾ എന്താണ്, അത് ധാർമ്മിക ഇതിൽ വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ധാർമ്മികമായിട്ട് ഉള്ള അവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം, അത് റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി അവർ ഫോഴ്സ്ഡ് ആകുന്ന അവസ്ഥ ആണ് ഇപ്പോഴുള്ളത്. നേരത്തെ അവരുടെ എക്സിസ്റ്റൻസ് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എക്സിസ്റ്റൻസ് വരുന്ന സമയത്ത് അല്ലെ അവർ പുറത്ത് വരുന്ന സമയത്ത് അവരെ ഫോഴ്സ്ഡ് ആയിട്ട് പെൺ ശരീരങ്ങളുടെ റീപ്രൊഡക്റ്റീവ് റോളിലേക്ക് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോ അതില് വരുന്ന നോമേറ്റീവായിട്ടാണ്, അവിടെ എത്തിക്സിനെ നമുക്ക് നോമേറ്റീവായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. നോമേറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഉള്ള റോളിൽ വരുന്നത്. അതുപോലെ സ്ത്രീകളായിട്ടുള്ളവരും കുറെയെങ്കിലും സ്ത്രീകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ റീപ്രൊഡക്റ്റീവ് റോൾ എന്നുള്ള അതിനെ നിഷേധിക്കുകയും അവര് കരിയറാണ് പ്രധാനം, അല്ലെങ്കിൽ കരിയറിലേക്ക് പോവുക എന്നുള്ള തരത്തിലുള്ള അവരുടെ റോളുകൾ അവർ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ നോംസിൽ നിന്ന് നോമേറ്റീവായിട്ടുള്ള എത്തിക്സിൽ നിന്നുള്ള ഒരു വ്യതിചലനമായിട്ട് അവരും അനുഭവിക്കുന്നുണ്ടാകും, ബാക്കിയുള്ളവരും അനുഭവിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ്മെൻ ആണെന്നുണ്ടെങ്കിൽ അവരെ കൺവേർഷൻ തെറാപ്പിയൊക്കെ ചെയ്തിട്ട് നിർബന്ധമായിട്ട്, ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ റേപ്പ് ചെയ്തിട്ട് പോലും അവരെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കാറുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ കൺവേർഷൻ തെറാപ്പി എന്നുള്ള പേരിൽ ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ചില മരുന്നുകൾ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അതിലേക്ക് നിർബന്ധിതമായിട്ട് മാറ്റാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് തന്നെ അവരുടെ നമ്മൾ ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട വിഷയമാണ്. അപ്പം ഒരു സെൻസ് ഓഫ് സെൽഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ സെൽഫിനെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ രണ്ടു കൂട്ടരുടെയും, ഞാൻ ഈ പറഞ്ഞ സ്ത്രീകളുടെയും ട്രാൻസ്മെൻ ആളുകളുടെയും ഒരു സെൽഫിന്റെ പ്രതിസന്ധിയും അതേസമയം എത്തിക്സിന്റെ പ്രതിസന്ധിയും, എത്തിക്കലായിട്ടുള്ള ഒരു പ്രതിസന്ധിയും വരികയാണ്. അപ്പൊ എത്തിക്സും സെൽഫും തമ്മിൽ വളരെ ഇന്റർട്വൈൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എത്തിക്സിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ടു സെൽഫ്, അതേഴ്സ് ആൻഡ് വേൾഡ് ഇൻ വിച്ച് വി ലിവ് എന്നുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അപ്പൊ ഏതാണെങ്കിലും വളരെ അടുത്ത് വളരെ പരസ്പരം ഇഴുകിച്ചേർന്നിട്ടുള്ള കാര്യമാണ് സെൽഫും
എത്തിക്സും തമ്മിലെന്നുള്ളതാണ്. അപ്പൊ ഈ നോമേറ്റീവായിട്ടുള്ള ഒരു ധാർമ്മികതയിലാണ് ഇവർ ഈ ഈ സ്ത്രീകളും അല്ലെ പെൺശരീരങ്ങളുള്ളവർ ഒരു പ്രതിസന്ധിയിൽപ്പെടുകയും അവരെ പലപ്പോഴും ബ്രാൻഡഡ് ആക്കി അല്ലെങ്കിൽ ഒരു ലേബൽ കൊടുത്തിട്ട് അവര് സാമൂഹ്യമായിട്ടും സ്വന്തമായിട്ടും അവരൊരു പ്രതിസന്ധിയിൽപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതുള്ളത്. ഇതിന്റെ ഒരു എൻ്റെ ഒരു പ്രൊപ്പോസിഷനായിട്ട് ഞാൻ വെക്കുന്നത്, ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമുള്ളത് ഈ പ്രൈവറ്റ് പബ്ലിക് എന്നുള്ള ഒരു ഡിവൈഡിലാണ് എന്നുള്ളതാണ്. അത് പുതിയതായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഫെമിനിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെ തന്നെ ഉയർത്തിയ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അവിടെയാണ് ഈ റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുന്ന ഇതിന്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ജെൻഡേർഡ് ആയിട്ടുള്ള റോൾസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അത് വളരെ ഡീപ്ലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം അവർ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ലീഗൽ ഡിസ്കോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ച് ക്ലിയർ ആകുന്ന കാര്യമാണ്. ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റ് ആണെങ്കിലും ഒക്കെ ഇപ്പം കോടതികളിൽ വരുമ്പോഴും അതിന്റെ നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ശരിയായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ റോള് ശരിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ള രീതിയിലാണ് അത് വ്യവഹരിക്കപ്പെടുന്നത്. അത് അവിടെ നമ്മൾ ലീഗലായിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ സാമൂഹ്യമായ ധാർമ്മികതയാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ജഡ്ജിമാരാണെങ്കിലും പോലീസാണെങ്കിലും എവിടെയും ആ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ പീഡനത്തിന് വിധേയരാകുമ്പോഴും അവരുടെ കുറ്റമാണ്, അവരുടെ കുറവാണെന്നുള്ള തരത്തിൽ കാണാൻ പറ്റുന്നത് അവരെ ശരിയായിട്ട് ഈ റീപ്രൊഡക്റ്റീവ് റോളിലേക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ അറസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ശിക്ഷയോ ഒന്നും തന്നെ നമ്മൾ ഒന്നും കാണുന്നില്ല. അതെപ്പോഴും ഒരുപാട് നീട്ടിവെക്കപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊല്ലുന്ന സമയത്ത് അത് പലപ്പോഴും എന്താ പറയുക മാര്യേജിന് പുറത്തുള്ള ബന്ധത്തിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാകുമ്പോഴാണ്. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ അറസ്റ്റ് നടക്കുകയും അതുപോലെ ഒരു എന്താണ് പിന്നെ മീഡിയയിലൊക്കെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ അത് കുറ്റമല്ല എന്നല്ല, തീർച്ചയായിട്ടും കുറ്റം തന്നെയാണ്. പക്ഷെ അതിനോട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണം വളരെ തീക്ഷ്ണമായിട്ടാണ് വരുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുമ്പോൾ കുട്ടികളെ ഉണ്ടാക്കുക വളർത്തുക എന്നുള്ളത് മാത്രമല്ല, അതൊരു വശമാണ്. ചൈൽഡ് കെയറിലും ഇതുപോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് ഈ വരുന്ന ബാധ്യത വളരെ വലുതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കരിയറിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് സ്പേസിൽ നിന്ന് പബ്ലിക്കിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ PhD ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നവരെന്ന് പറയുന്നത് അവർക്ക് ഒരേ സമയം തന്നെയാണ് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരികയും പുറത്തുള്ള കരിയറിലേക്ക് പോവുകയും ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ശരിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതേ പറഞ്ഞ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുള്ള മാത്രമല്ല, മറ്റ് റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുന്ന പുരുഷനെ വീണ്ടും അവരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിനോദം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുക, അല്ലെ അവരെ ഉന്മേഷവാന്മാരാക്കുക എന്നുള്ള ഒരു ജോലി കൂടി ഈ കുടുംബത്തിനകത്തുള്ള വീടിനകത്തുള്ള റീപ്രൊഡക്റ്റീവ് റോളിൽ വരുന്നതാണ്. ഇപ്പൊ സാധാരണ പറയാറുള്ള ഒരു കാര്യം, സ്ത്രീകൾ കല്യാണം കഴിച്ച് കുറെ നാൾ കഴിഞ്ഞാൽ അവരവരുടെ ശരീരമൊന്നും ശ്രദ്ധിക്കില്ല, അവരെ ബ്യൂട്ടിഫൈ ചെയ്യില്ല, അവരിങ്ങനെ വളരെ മുഷിഞ്ഞ വേഷത്തിൽ ആകും. അപ്പോൾ ഈ ഭർത്താവിന് പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. അവരെ വീണ്ടും എന്താണ് പറയുക, അവരെ റിഫ്രഷ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. സാധാരണ കൗൺസിലിംഗ് സെറ്റിങ്ങിലൊക്കെ
കൊണ്ടുവരുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും നല്ല വേഷവും ശരീരമൊക്കെ വളരെ മിനുക്കിയും വൃത്തിയാക്കിയും ഒക്കെ ഈ പുരുഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെക്കേണ്ടതാണ് എന്നുള്ളത്. അതും ഒരു പ്രൊഡക്റ്റീവ് റോളിൽ വരുന്നതാണ്. പിന്നെ നമുക്കറിയാലോ, കുക്കിംഗ്, ക്ലീനിങ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീടിനകത്ത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. മറ്റു ജോലികൾക്കൊക്കെ പോയാലും ഈ ഒരു ഫംഗ്ഷനിൽ ഒരു കുറവും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് സ്ത്രീകളെങ്കിലും ഇതിന് വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട്, വിവാഹം വേണ്ട, ഞങ്ങൾ കരിയറാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുമ്പോൾ അതൊരു സൊസൈറ്റിയിൽ തന്നെ ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ നേരത്തെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിന് ഒരുപാട് കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫെമിനിസ്റ്റുകൾ ഒക്കെ ഇതെങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുമ്പോൾ ഒരുപാട് തിയറികളും ഒരുപാട് തരത്തിലുള്ള സമീപനങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യകാല ഫെമിനിസ്റ്റുകളായിട്ടുള്ള മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ സ്ത്രീകളും മോറലാണ് എന്നുള്ള, അതുവരെ ഉള്ളത് പുരുഷന്മാരുടേതായ ഒരു ലോകമാണ് മോറൽ എന്നുള്ളതാണെങ്കിൽ, ഇപ്പൊ സ്ത്രീകളിലും അവർക്കൊരു മോറൽ റോൾ ഉണ്ട് എന്നുള്ളത് പറയുന്നത് ഇവരൊക്കെയാണ്. ആദ്യം അത് മോഡേണിറ്റി ഉണ്ടാകുന്ന സമയത്താണ്. പുരുഷന്മാർക്ക് ഇതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യമില്ലെന്നും, അതുപോലെ റാഷണാലിറ്റിയാണ്, ഇപ്പൊ സമയത്ത് റാഷണാലിറ്റിയാണ് എത്തിക്സിന്റെ ഒരു പ്രധാന ഗുണമായിട്ട് പറയുന്നത്. റാഷണൽ ആയാൽ മാത്രമേ എത്തിക്കലാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകളും റാഷണലാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സ്ത്രീകളും റാഷണൽ ആയതുകൊണ്ട് അവരെ വീണ്ടും രണ്ടാം തരമായിട്ട് മൊറാലിറ്റിയിൽ ഇമ്മോറൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുപോലെ റാഷണൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നു. ഇവരെ മോറലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ്. അപ്പൊ ഈ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഒക്കെ ഇത് പറയുമ്പോൾ തന്നെ അവര് നമ്മൾക്കും തുല്യമായിട്ട് ഉള്ള റാഷണാലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റു ചില ഡ്യൂട്ടീസും ഉണ്ട് എന്നും അവർ സമ്മതിക്കുന്നുണ്ട്. വീടുകളിലെ ഈ പറഞ്ഞ ചില ഡ്യൂട്ടികൾ നമുക്ക് ചെയ്യാവുന്ന, പക്ഷെ ഇതെല്ലാം തന്നെ ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഒന്ന് വലുത് ചെറുത് ഇല്ല എന്നുള്ള രീതിയിലാണ് അവര് കാണുന്നത്. അവര് തന്നെ പറയുന്നുണ്ട് ഇത് മസ്കുലിനിറ്റി അല്ലെങ്കിൽ മസ്കുലിൻ ആണ്. റാഷണൽ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്, എന്നാൽ നമ്മളും അതുപോലെ റാഷണലും മസ്കുലിനും ആകണം എന്നുള്ള തരത്തിൽ അത് സാധിക്കും എന്നുള്ള തരത്തിലാണ് ഈ ഫെമിനിസ്റ്റുകൾ അത് കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ബേസിക്കലി ഇത് കാന്റിന്റെ ഡിയോണ്ടോളജി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റില് ഉള്ള കാര്യമാണ് എന്നുള്ള തരത്തിൽ പിന്നീട് ഒരുപാട് ഫെമിനിസ്റ്റുകൾ തന്നെ പിന്നീട് അതിനെ വിമർശിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രധാന വിമർശനം ഈ ഒരു കാഴ്ചപ്പാടിനോട് ജെൻഡർ ബൈനറിയിൽ നിന്നുകൊണ്ടാണ് എല്ലാം കാണുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങളുമുണ്ട്. പക്ഷെ ഇതെന്താണ് ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഇപ്പോഴും ഇതൊക്കെ പ്രസക്തമാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയുന്നതാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് ഈ 18-ാം നൂറ്റാണ്ടിൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇന്ത്യയിൽ 1939 ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ അവർക്കൊരു ഗവേഷകയാകാൻ പറ്റിയത്. അത് തന്നെ അവിടെ CV രാമനായിരുന്നു എന്ന ഡയറക്ടർ. പക്ഷെ ഈ സ്ത്രീകൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പുരുഷന്മാരെ അനാവശ്യമായിട്ട് ആകർഷിക്കുകയും പിന്നെ അതുപോലെ പുരുഷന്മാർക്കുള്ളതുപോലെയുള്ള റാഷണാലിറ്റി ഇല്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് സ്ത്രീകളെ അവിടെ നിന്ന് എടുത്തിരുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് പിന്നെ ഈ സ്ത്രീ നന്നായി വർക്ക് ചെയ്യും, നന്നായിട്ട് ഗവേഷണം ചെയ്തത് കൊണ്ടാണ് പിന്നീട് അവരെ സ്ത്രീകളെ എടുക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ സ്ത്രീകളായിരിക്കും. അപ്പോഴും ഇതുപോലെയുള്ള മനോഭാവങ്ങൾ നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമുക്ക് കാണാൻ പറ്റും.
പിന്നെ ആയുർവേദത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോഴും ഉള്ള ടെക്സ്റ്റ് ബുക്ക് കുട്ടികളോട് ചോദ്യം ചോദിക്കുകയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഞാൻ അല്ലാതെ റെഫർ ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷെ അതിൽ കുട്ടികൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പോലും അതിനകത്ത് പറയുന്നുണ്ട്. 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ വാജീകരണ ദ്രവ്യം ആണെന്നാണ് പറയുന്നത്. വാജീകരണ ദ്രവ്യം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ആകർഷിക്കുന്ന വസ്തുവാണ് എന്നുള്ളത്. അത് ഈ സ്വസ്ഥവൃത്ത എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്കിലാണ് ഇത് പറയുന്നത്. ഭാവപ്രകാശം എന്ന് പറഞ്ഞ പഴയ ബുക്കിൽ ഉള്ള കാര്യമാണ്. അതിപ്പോഴും പഠിപ്പിക്കുകയും കുട്ടികളോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന. അപ്പൊ 16 വയസ്സിൽ കഴിഞ്ഞാൽ പിന്നെ യുവതികളാണ്, 34 വയസ്സ് വരെ യുവതികളാണ്. അത് കഴിഞ്ഞാൽ വൃദ്ധകൾ എന്നുള്ളതാണ്. ആ വൃദ്ധകൾ തന്നെ 50 വയസ്സ് വരെ ഒരു തരം വൃദ്ധ, അത് കഴിഞ്ഞിട്ട് വേറൊരു തരം വൃദ്ധ, അതിന്റെ ഗ്രേഡൊക്കെ ഉണ്ട്. അപ്പോൾ പുരുഷന്മാർ ഈ 16 വയസ്സിൽ താഴെ അല്ലാത്ത സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്രായം കൂടുന്തോറും അവരുടെ ശക്തിയും ഓജസ്സും ഒക്കെ ക്ഷയിക്കുന്ന ഒരു കാര്യം ആണെന്നാണ് പറയുന്നത്. ഇതിപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പം മോഡേൺ മെഡിസിൻ ബുക്കിലും ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പുരുഷന്മാർക്ക് എന്തുമാത്രം ധാർമ്മിക പ്രതിസന്ധി ഉണ്ടാകും. പോസ്കോ ആക്ട് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പിന്നെ 19-ാം നൂറ്റാണ്ടിലെ ജോൺ സ്റ്റുവാർട്ട് മിൽ എന്ന് പറഞ്ഞ ഫിലോസഫർ, അദ്ദേഹം യൂട്ടിലിറ്റേറിയൻ ഫിലോസഫറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സ്ത്രീകൾ കൂടുതൽ പഠിക്കുകയും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ, കുടുംബത്തിനും സൊസൈറ്റിക്കും അത് ഗുണകരമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് വരണമെന്ന് അദ്ദേഹം പറയുന്നത്. അതേസമയം സ്ത്രീകളുടേതായിട്ടുള്ള ചില റോളുകളിൽ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ആ രീതി തന്നെയാണ് തുടരുന്നത് എന്നുള്ളതാണ്. സാധാരണ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അത് കുടുംബത്തിനും മൊത്തമുള്ള ഒരു വിദ്യാഭ്യാസമാണ്. അതേസമയം ഒരു പുരുഷൻ വിദ്യാഭ്യാസം നേടിയാൽ അതുകൊണ്ടുള്ള ഗുണം പുരുഷന് മാത്രമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് അതാണ്. ഇതുപോലെ കൗൺസിലിങ്ങിലും എല്ലാം ഇപ്പൊ ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെ കുട്ടികളും എല്ലാവരും പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ ആ കാലത്ത് തന്നെ ഇതൊക്കെ പറയുന്ന സമയത്ത് സ്ത്രീകൾ കാലത്ത് വന്നിട്ടുള്ള ഫെമിനിസ്റ്റുകളൊക്കെ തന്നെ വേറൊരു തരം കുടുംബം ഉണ്ടാക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടെ ഈ പുറത്തുള്ള ജോലി ചെയ്യുകയും എഡ്യൂക്കേഷന് പോവുകയും അതിന് യോജിച്ച തരത്തിലുള്ള ഒരു കുടുംബവും ആ കുടുംബത്തിനകത്തുള്ള ജോലികളും ഒക്കെ ആയിട്ട് ഒരു റീഇന്റർപ്രിറ്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ വർക്കിംഗ് ക്ലാസ് കുടുംബങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾക്കോ ഒന്നും ബാധകമല്ലാത്ത കാര്യമായിരുന്നു. അന്നൊക്കെ സ്ലേവറി പോലും നിലനിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ വൈറ്റ് ഫെമിനിസ്റ്റുകളൊക്കെ തന്നെ ഇത് വലിയ ഒരു കാര്യമാണ്, അതിനെ അംഗീകരിക്കുന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അവര് വർക്കിംഗ് ക്ലാസ് ആളുകളും ഇതിലേക്ക് വരണം, അവരെയും കൂടി നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിലും അങ്ങനെ തന്നെ കാണാൻ പറ്റും. നമ്മളിവിടെ ഈ ഒരു ലിംഗബോധം ഉണ്ടായതിനു ശേഷം വർക്കിംഗ് ക്ലാസ് ഫാമിലീസ് ആണെങ്കിലും അവർ സ്ത്രീകൾ പുറത്തു പോയി അധികം ജോലി ചെയ്യേണ്ട എന്നുള്ളതാണ്. ഒന്നെങ്കിൽ തന്നെ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഉള്ള സമയങ്ങളിൽ പറ്റുന്നത്രയും ചെയ്യുക. ഒരു ഭർത്താവിന്റെ സാലറിയോട് കൂട്ടിച്ചേർക്കാനായിട്ടൊരു ശമ്പളം വേണമെങ്കിൽ മാത്രം. പക്ഷെ കുടുംബത്തിലെ റോളൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും വർക്കിംഗ് ക്ലാസ് ആളുകളിൽ ഇത് ഒരു പുരുഷന്മാർക്കും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അവര് ഇപ്പൊ പെണ്ണുങ്ങളായിരിക്കും ചില സമയത്ത് മുഴുവൻ ജോലി ചെയ്ത് പണം കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് അവര് വേണ്ട രീതിയിലാണാവുന്നില്ല എന്നുള്ള പ്രശ്നം, അത് അവർക്ക് കൂടുതൽ മദ്യപാനത്തിലേക്കും ഒക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫെമിനിസ്റ്റുകളുടെ വെർച്വൽ എത്തിക്സും പിന്നെ യൂട്ടിലിറ്റേറിയൻ ഇതിലെല്ലാം തന്നെ ഒരുപാട് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ ഈ ഹോമിനെ റീഡിഫൈൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഗിൽമാൻ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് പറയുന്നത് ഈ ഹോമിനെ സോഷ്യലി റീഡിഫൈൻ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്.
അപ്പൊ അവർ പറയുന്നതിനെ ഇങ്ങനെ ഒരു എക്കണോമിക് ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിട്ട് കാണരുതെന്നാണ്. പുറത്തുള്ള പുരുഷന്റെ റോളിന് സപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബം, അങ്ങനെ അല്ലാതെ എല്ലാ മനുഷ്യരുടെയും സന്തോഷത്തിനും വെൽബീയിങ്ങിനും വേണ്ടിയുള്ള ഒരിടമാകണം. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ കുട്ടികളും എന്നുള്ള രീതിയിൽ അല്ല, കുറെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാകണം എന്നുള്ളതാണ്. അതിന്റെ ഘടനയെ, കുടുംബഘടനയെ തന്നെ മാറ്റണമെന്ന് അവർ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കിച്ചണൊന്നും വീട്ടിൽ ആവശ്യമില്ല. അത് ഇപ്പൊ നമ്മുടെ സ്ഥലത്തൊക്കെ കുറച്ച് സ്ഥലത്ത് അത് പരീക്ഷിക്കുന്നുണ്ട്. കിച്ചൺ പൊതുവായിട്ട് പുറത്തൊരു സ്ഥലത്ത് വെക്കാം, അതിനകത്ത് ആവശ്യമില്ല എന്നുള്ള തരത്തില്. പിന്നെ അവർ പറയുന്നത് ഞാൻ വായിക്കാം. The restructuring of home and manner of living will allow individuals, especially women, to become an integral part of the social structure, in close, direct, permanent connection with the need and use of the society. ഇത് മൊത്തത്തിൽ അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കുടുംബം വേറെ, സൊസൈറ്റി വേറെ, ഇതിനെ ഒരു കണ്ടിന്യൂമായിട്ട് കാണണം എന്നുള്ളത് അക്കാലത്ത് തന്നെ പലരും പറഞ്ഞിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. പിന്നെ നമുക്ക് ഈ എത്തിക്സിൽ വന്നിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലെ മാറ്റമാണ് എത്തിക് ഓഫ് കെയർ എന്ന് പറയുന്ന പുതിയൊരു സങ്കല്പനം തന്നെ കൊണ്ടുവരുന്നത്. ഗില്ലിഗാൻ എന്ന് പറയുന്ന ചില ഫെമിനിസ്റ്റുകളാണ്. ഒന്ന് ഗില്ലിഗാൻ ആണ്, 1982 അപ്പൊ അവര് ഇത് പറയാനുള്ള പ്രധാന കാരണം, ഇപ്പൊ പുരുഷന്മാരായിട്ടുള്ള ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ചിന്തകർ, കോൾബർഗ് എന്ന് പറഞ്ഞ ഒരാളിനെ പ്രത്യേകിച്ച് പറയുന്നു. അപ്പൊ അവർ പറയുന്നത് ഒരു പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന മോറൽ ഡെവലപ്മെന്റ് സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ 17-18 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ മോറൽ ഡെവലപ്മെന്റ് അവിടെ സ്റ്റക്കായി പോവുകയാണ്. അതിനുശേഷം ഒരു ഓട്ടോണോമസ് ഇൻഡിവിജ്വലായിട്ട് മാറുന്നത് പുരുഷൻ ആണ്. അത് റാഷണൽ ആണെങ്കിൽ മാത്രമാണ് ഒരു ഓട്ടോണോമസ് ഇൻഡിവിജ്വലായിട്ട് മാറുന്നത്. അത് സ്ത്രീകൾ അങ്ങനെ ആവുന്നില്ല. അതുകൊണ്ട് മോറലി അവർ താഴെയാണെന്നുള്ള അതാണ് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് അവരുടെ ഗവേഷണത്തിൽ കാണിക്കുന്ന അങ്ങനെയല്ല, സ്ത്രീകൾ മോറലി മെച്യൂർ തന്നെയാണ്, പക്ഷെ അത് ആ രീതിയിലല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ പുരുഷന്മാരുടെ ഇത് മൊറാലിറ്റി ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ മൊറാലിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അത് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ കെയറിലൊക്കെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. അപ്പൊ അത് എത്തിക്കലാണ് എന്നുള്ളതാണ്, അതാണ് മോറൽ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത്. പിന്നെ അവര് ഈ പുരുഷന്മാരുടെ ജസ്റ്റിസ് എന്ന് പറയുന്നതിന് അത് ഡ്യൂട്ടി സെന്റേർഡ്, ഡ്യൂട്ടി ബേസ്ഡ് ആയിട്ട് വരുന്നതാണ്, കാൻഡിയൻ നോഷനിലുള്ളതാണ് എന്നൊക്കെയുള്ള തരത്തിൽ വിമർശിക്കുന്നുണ്ട്. അതുപോലെ അത് യൂണിവേഴ്സൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്, ആബ്സല്യൂട്ട് ആൻഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. നാൻസി ചോഡറോ അവർ പറയുന്നത് മസ്കുലിനിറ്റി ടിപ്പിക്കലി ഇൻവോൾവ്സ് വാല്യൂയിങ് ഓട്ടോണോമി, റൈറ്റ്സ് ആൻഡ് ഡിസ്കണക്ഷൻ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് പോകുന്നതാണ്. എന്നുവെച്ചാൽ വീട്ടിൽ തന്നെ വളർന്നു കഴിഞ്ഞിട്ട് അവർ വേറൊരു ഓട്ടോണോമസ് ഇൻഡിവിജ്വലായിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് മസ്കുലൈൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അതാണ് മോറൽ എന്നാണ് പറയുന്നത്. പെർസ്പെക്റ്റീവ് ഓഫ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പൊ ഗില്ലിഗാന്റെ ഒക്കെ സ്റ്റഡീസിൽ അതിനെ അല്ല വാല്യൂ ചെയ്യുന്നത്. അവർ വാല്യൂ ചെയ്യുന്നത് ഇന്റിമസി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ് എന്നുള്ള അതിനെയാണ് വാല്യൂ ചെയ്യുന്നത്. അല്ലെ അതാണ് മോറൽ എന്ന് പറയുന്നത്, അതാണ് പെർസ്പെക്റ്റീവ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പെർസ്പെക്റ്റീവ് ഓഫ് ജസ്റ്റിസും പെർസ്പെക്റ്റീവ് ഓഫ് കെയറും രണ്ട് തരത്തിലാണ് പിന്നീട് അവര് മനസ്സിലാക്കുന്നത്. അതേസമയം ചില ഫെമിനിസ്റ്റുകൾ തന്നെ ഇതിനെ ഇങ്ങനെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പില് മാത്രം കണ്ടാൽ പോരാ, ഇന്റർപേഴ്സണൽ മാത്രം കണ്ടാൽ പോരാ, അതിനെ ഒരു സൊസൈറ്റൽ പൊളിറ്റിക്കൽ ലെവലിലേക്ക് അതിനെ തന്നെ ഡെവലപ്പ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള ഇൻജസ്റ്റിസ് നമുക്ക് കാണാൻ പറ്റാതെ പോകും, അല്ലെങ്കിൽ അതുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റാതെ പോകും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ക്രിറ്റിസിസം കെയർ എത്തിക്സിന്റെ മുകളിൽ ഫെമിനിസ്റ്റുകളും മറ്റാൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ ജോലി ഭാരം തന്നെ, ഇത് പലപ്പോഴും ഈ കെയർ വർക്ക് എന്ന് പറയുന്നത് കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് സ്ത്രീകളുടെ മുകളിലുള്ള ഒരു ഭാരമായിട്ടാണ് വരുന്നത്. അപ്പൊ
അപ്പൊ അതിനെ തന്നെ വീണ്ടും നമ്മൾ വാലറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഉദാത്തവൽക്കരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഓപ്രസീവ് സിറ്റുവേഷൻസിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതപ്പോൾ അത് നമ്മൾ ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ ആശാ പ്രവർത്തകർ, മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇപ്പൊ പാലിയേറ്റീവിലാണെങ്കിൽ പാലിയേറ്റീവ് കെയർ, ആക്ച്വൽ കെയർ ചെയ്യുന്ന ആൾക്കാർ എല്ലാം സ്ത്രീകളാണ്. അപ്പൊ ഈ കോവിഡ് ടൈമിൽ തന്നെ പാൻഡമിക്കിനെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട്, ഒരു സന്ദേഹവുമില്ലാതെ പറയാൻ പറ്റും, അഡ്രസ്സ് ചെയ്തൊരു നാട് കേരളമാണ്. വേറെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പോലും അതിനെ ഈ രീതിയിൽ അതിനെ നേരിടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ വർക്ക് ഫോഴ്സ് മുഴുവനും, അല്ലെങ്കിൽ അതിനുള്ള പണി മുഴുവനും ചെയ്തിട്ടുള്ളത് ഈ സ്ത്രീകളാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ പക്ഷെ ഇതിനെ വീണ്ടും ഇതിനെ നമ്മൾ ഒരു വാല്യൂ കൊടുത്ത്, അല്ലെങ്കിൽ ഇതാണ് പിന്നെ എത്തിക്സ് ഇതാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവര് വീണ്ടും അതിലേക്ക് എന്താണ് പറയാ, അവര് ഫോഴ്സ്ഡായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ്. അതുപോലെ ഇന്റിമേറ്റ് റിലേഷനിൽ ഇത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന് പുറത്തുള്ള ആൾക്കാരോട് നമുക്ക് അതുപോലുള്ള ഒരു നീതി പുലർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എല്ലാ സ്ത്രീകളും ഇതുപോലെ അല്ല. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത സ്ത്രീകളെ വീണ്ടും മോശമായിട്ട് കാണിക്കാതെ, അല്ലെങ്കിൽ ഒരു എസെൻഷ്യലിസ്റ്റ് കാഴ്ചപ്പാട്, ഫെമിനൈൻ ആണ് ഇതൊക്കെ എന്നുള്ള തരത്തിലേക്ക് ഈ കെയർ എത്തിക്സ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർസെക്ഷണാലിറ്റി എന്നുള്ള ഒരു ആശയം, അതിന് ശരിക്കും ബിയോണ്ട് ബൈനറി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ വീണ്ടും ഈ മസ്കുലൈൻ ഫെമിനൈൻ എന്നുള്ളതിനപ്പുറത്തേക്കായിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ് എന്നുള്ളതിനപ്പുറത്തേക്കായിട്ട് ഇന്റർസെക്ഷണൽ ആയിട്ടാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നത്. പലതരം ഒപ്രസീവ് സിസ്റ്റംസ് ആണ് ഈ ഐഡന്റിറ്റീസ് തന്നെ ഉണ്ടാകുന്നത്. ഐഡന്റിറ്റിയും അതിന്റെ ഓർഡറും ഉണ്ടാക്കുന്നത് അതാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്റർസെക്ഷണൽ ഫെമിനിസം പറയുന്നത്. അപ്പൊ അത് കൊണ്ട് തന്നെ അത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും മറികടക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതില് ഏറ്റവും എന്താണ് നമുക്ക് എനിക്ക് കൂടുതൽ ഒരു താല്പര്യം തോന്നിയത് ബട്ട്ലറുടെ കാഴ്ചപ്പാടാണ്. അത് ബിയോണ്ട് ബൈനറി എന്നുള്ളതാണ് അവര് എടുക്കുന്ന ഒരു പോയിന്റ്. അപ്പൊ അതില് ബയോളജിക്കലി മെൻ ആൻഡ് വിമൻ എന്നുള്ള ഒരു കാറ്റഗറൈസേഷനാണ് ഈ ഒപ്രസീവ് ജെൻഡേർഡ് ആയിട്ടുള്ള സോഷ്യൽ ഓർഡേഴ്സിനെ നിലനിർത്തുന്ന എന്നുള്ളതാണ് ബട്ട്ലർ പറയുന്നത്. പിന്നെ ബട്ട്ലറുടെ ഒരു പ്രധാന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് എത്തിക്സ് ഫണ്ടമെന്റലി പൊളിറ്റിക്കൽ ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആകുന്നത് എന്നുള്ളതും അവർ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, ആക്ഷനാണ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആക്ഷനാണ്. അത് ഉണ്ടാകുന്നത് ഈ മെറ്റീരിയൽ നോൺ ഐഡിയൽ കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ജീവിക്കുന്നിടത്താണ്, ജീവിതത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തെ ലിവബിൾ ആക്കി മാറ്റുക, അല്ലെങ്കിൽ ലിവബിളും വയബിളും ആക്കുന്നതിനുള്ള ആ ഒരു സ്പേസിലാണ് നമ്മൾ ഈ ചെയ്യുന്ന ആക്ഷനാണ് ഇവൻ സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതും അതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പൊളിറ്റിക്കലായി മാറുന്നു എന്നുള്ളതാണ്. പിന്നെ പുതിയ സമീപനങ്ങൾ, ആൻഡ്രോഗൈനസ് ആയിട്ടുള്ള സമീപനം, ജെൻഡർ ബ്ലെൻഡിങ് ഒക്കെയുള്ള ആശയങ്ങളും സമീപനങ്ങളുമാണ്. അപ്പൊ അതിനെ ഈ ജെൻഡർ ബൈനറീസിൽ നിന്നും അതുണ്ടാക്കുന്ന സോഷ്യൽ ഓർഡറിൽ നിന്നും കുറച്ച് മോചിപ്പിക്കുന്നുണ്ട്. പിന്നെ ബട്ട്ലർ പറയുന്ന ഒരു കാര്യം എത്തിക്കൽ ആംബിവലൻസ് സിറ്റുവേഷൻ ആണ്. ആംബിവലൻസ് സിറ്റുവേഷനിൽ അൺഫോൾഡ് ചെയ്യുന്നതാണ് സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ആ സ്പേസിൽ എത്തിക്സ് ഈസ് പൊളിറ്റിസൈസ്ഡ് ഇൻ ദാറ്റ് സ്പേസ്. അതുകൊണ്ട് എത്തിക്കൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സെന്റൻസുകൾ അങ്ങനെ തന്നെ വായിക്കുകയാണ്. There is a distinction between private and public
അങ്ങനെയല്ല, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഈസ് അൺസസ്റ്റൈനബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കും ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയ ഈ പബ്ലിക് പ്രൈവറ്റ് ഡിവൈഡ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യം എടുത്തു പറയാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഈസ് അൺസസ്റ്റൈനബിൾ. സച്ച് ഡിസ്റ്റിങ്ഷൻസ് ഇമ്പോസ് ലിമിറ്റേഷൻസ് ടു ദ ക്വസ്റ്റ് ഫോർ ലിവബിൾ ആൻഡ് വയബിൾ ലൈഫ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ലൈഫിലാണ്, അല്ലെങ്കിൽ ഒരു ലിവബിൾ ആൻഡ് വയബിൾ ലൈഫിലാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ സബ്ജക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈവൻ എത്തിക്കലാകുന്നത് നമ്മൾ ഇറ്റ് ഈസ് ത്രൂ എക്സ്റ്റേണാലിറ്റി. മറ്റുള്ളവർ കൂടെയാണല്ലോ നമ്മൾ ഒരു ഇത് നമ്മളെന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ധാർമ്മികമാണോ എന്ന് നോക്കുന്നത് ത്രൂ എക്സ്റ്റേണാലിറ്റി അല്ലെങ്കിൽ അതറാണ്. ഈ അതർ എന്ന് പറയുന്നത് മേ ബി അനദർ ഇൻഡിവിജ്വൽ, ലാംഗ്വേജ്, സ്റ്റേറ്റ്, കമ്മ്യൂണിറ്റി, ഇതൊക്കെ ആകാം. അപ്പൊ ഇതെല്ലാം ഈ സിസ്റ്റമാണ്, സോഷ്യൽ ഓർഡറിലുള്ള ലാംഗ്വേജ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നോമേറ്റീവ് എന്ന് പറയുന്നത്. നോമേറ്റീവ് ആയിട്ടുള്ള എത്തിക്സ് വഴിയാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് ആകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിനെ അങ്ങനെ തന്നെ എടുക്കാനല്ല പറയുന്നത്. സോ എത്തിക്സ് എമേർജ് as the space for critical evaluation of social and cultural norms, and that the I can achieve this through deliberation upon conditions that make its life unviable എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അൺവയബിളായി മാറുന്ന അല്ലെങ്കിൽ നോൺ ലിവബിളായി മാറുന്നതിനുള്ള കണ്ടീഷൻ ഉണ്ടാവുന്ന ാണ് ഈ നോമേറ്റീവ് എത്തിക്സ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ നിരന്തരം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ സ്പേസിലാണ് നമ്മൾ എത്തിക്കലാകുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഈ ഐ എന്താണെന്നുള്ളതിനെ കുറിച്ചും അവർ പറയുന്നത്, ഐ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു വിഷയമായിരിക്കാം. ഐ ഈസ് ഓൾവേസ് ഇൻഹ്യൂമൻ ആണെന്നുള്ളതാണ്. ഐ എന്നുള്ള നമ്മൾ സാധാരണഗതി നമ്മുടെ എന്താ പറയുക, നോമേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഈ ഐ എന്ന് പറയുന്നത് ഈസ് ഇൻഹ്യൂമൻ എന്നാണ് പറയുന്നത്. ഇൻഹ്യൂമൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സെൽഫ് കോൺഷ്യസ്നെസ് അല്ല എന്നാണ്. ഹൗ ക്യാൻ ബി ഹ്യൂമനൈസ് ഇറ്റ്? അതിനെ ഹ്യൂമനൈസ് ചെയ്യുന്നതിന് ബി റെസ്പോൺസിബിൾ ടു ഇറ്റ് സെൽഫ് ബൈ ഡെലിബറേറ്റിംഗ് അപ്പോൺ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് അൺനോയിങ്. നമ്മൾ അറിയുന്നില്ല, ആക്ച്വലി അത് അറിവില്ല, നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്, അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ്. ആ അറിവില്ല എന്നുള്ളത് അറിയുന്നതിലൂടെ മാത്രമാണ് അതിനെ ഹ്യൂമൻ ആക്കാൻ കഴിയുന്നതെന്നാണ് ബട്ട്ലർ പറയുന്നത്. Our reactions, our ethical and responsible actions undo the conditions that brings us into being, and in that respect they are political. അങ്ങനെ ചെയ്യുന്നത് വഴിയാണത് പൊളിറ്റിക്കൽ ആകുന്നതാണ്. അതുപോലെ തന്നെ സബ്ജക്ട് ബിക്കംസ് ഏജന്റിക് ത്രൂ ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ദ നോംസ്. റെസിസ്റ്റ് ചെയ്യുന്ന വഴിയാണ് ഏജന്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാകുന്നത്. ദിസ് വെരി കോൺസ്റ്റലേഷൻ ഓഫ് ദ സബ്ജക്ട് പുട്സ് ദ സബ്ജക്ട് വിത്തിൻ ദ സ്ഫിയർ ഓഫ് ദി പബ്ലിക്. അങ്ങനെ അത് പബ്ലിക്കായി മാറുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ പ്രൈവറ്റ് പബ്ലിക് എന്നുള്ള ഡിവൈഡിനെ ഇവേഡ് ചെയ്യാൻ പറ്റും. And political figures, the question of a livable and viable life, material subjects, is one that oscillates between spheres of ethical, political and legal. അപ്പോൾ ഇതിലെല്ലാം ഓസിലേറ്റ് ചെയ്യുന്ന ഒന്നായിട്ടാണ് സബ്ജക്റ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അങ്ങനത്തെ ഒരു ഡിവൈഡ് സാധ്യമല്ല, ഹ്യൂമൻ ആകുകയാണെങ്കിൽ അങ്ങനെ സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഉള്ള ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇടപെടുന്ന സ്ഫിയേഴ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ പ്രൈവറ്റ്, പബ്ലിക് എന്നുള്ളത്, അതുപോലെയുള്ള ഒരുപാട് ഡിവൈഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. ജോലിയുടെ മേഖലയാണെങ്കിൽ തന്നെ സർവീസ്, പ്രൊഡക്റ്റീവ്, സർവീസ് സെക്ടറുണ്ട്, പ്രൊഡക്റ്റീവ് സെക്ടറുണ്ട്. അതിൽ പ്രൊഡക്റ്റീവ് സെക്ടറിലാണ് പുരുഷന്മാർ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സർവീസ് ഏരിയയിലാണ്. അത് അംഗൻവാടി വർക്കേഴ്സ് പറഞ്ഞ പോലെ ക്രഷ്, പിന്നെ നഴ്സിംഗ്, പാലിയേറ്റീവ് കെയർ, സെക്സ് വർക്ക്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് സർവീസായിട്ട് വരുന്നത്.
ഇതെല്ലാം സ്ത്രീകളുടെ ഒരു മേഖലയാന്നുള്ളതാണ്. പക്ഷെ ഇതാണോ എത്തിക്കൽ, ഇതാണോ എത്തിക്കൽ, മറ്റേതാണോ എത്തിക്കൽ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റിസിന്റെ കാഴ്ചപ്പാടിൽ മറ്റേതായിരിക്കും, പുരുഷന്മാർ ചെയ്യുന്ന എത്തിക്കലായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് എത്തിക്കലാകാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സർവീസിന് പറയുന്നത്, നമ്മൾ കെയർ എത്തിക്സിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ കെയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എപ്പോഴും എത്തിക്കലാണോ ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. വർക്ക് ലോഡ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നഴ്സുമാർ ചെയ്യുന്ന ജോലികൾ വളരെ ഉദാത്തമായ എത്തിക്കലാകുന്ന, നഴ്സുമാരെ ചീത്ത പറയുന്നത് ഇത് വെച്ചുകൊണ്ടാണ്. നഴ്സുമാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനത്തെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റീവ് നമ്മൾ സാധാരണ പറയുന്ന മേഖലയിൽ ചെയ്യുന്ന വർക്കിൽ എത്തിക്കൽ ആകാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഒരാൾ എത്തിക്കലാകുന്നത് ഇങ്ങനെയാണോ? ഇങ്ങനെ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്ന വഴിയാണോ? പിന്നെ എന്നുള്ളത് പേയ്മെന്റ് വാങ്ങിച്ചാൽ അതിനകത്ത് ധാർമ്മികത നഷ്ടപ്പെടുന്നുണ്ടോ? അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് സെക്സ് വർക്കിന്റെ കാര്യത്തിലാണ്. മറ്റു എല്ലാ ഉദാത്തമായ ജോലികൾക്കും പേയ്മെന്റ് വാങ്ങാമെങ്കിലും സെക്ഷുവൽ സർവീസിന് പേയ്മെന്റ് വാങ്ങിയാൽ അത് ഏറ്റവും ഇമ്മോറൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ പേയ്മെന്റ് വാങ്ങിയാൽ അൺഎത്തിക്കലാകുവാണോ? അങ്ങനെയാണോ? പേയ്മെന്റ് ഇല്ലാത്തതാണോ എത്തിക്കൽ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ വേറൊരു തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഇമോഷണൽ വർക്ക്, ഇമോഷണലായിട്ട് കൂടുതൽ വേണ്ടി വരുന്ന വർക്കുകൾ, ഇന്റലക്ച്വൽ, മാനുവൽ ലേബർ, ഇങ്ങനെ ഈ തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിലേതിനെങ്കിലും കൂടുതൽ മോറൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ചില ജോലികൾ നമ്മൾ ഈ കെയർ വർക്ക്, കൂടുതലും കെയർ വർക്ക് ആണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഭയങ്കരമായി അത് നമ്മൾ ചെയ്തോളണം എന്നുള്ള ഒരു ഫോഴ്സിലാണ് അത് വരുന്നത്. അവിടെ സാർ പറയുന്ന പോലെ ഒരു ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുന്നതിന് അതാണ് നമ്മൾ എത്തിക്കലായിട്ട് കാണുന്നത്. അങ്ങനെയാണോ എന്നുള്ളതാണ്. ഈ കെയർ വർക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വേറെ പല പ്രതിസന്ധികൾ, ഇപ്പൊ ഇവിടെ നമ്മൾ പ്രതിസന്ധികൾ കണ്ടുപിടിക്കാനായിട്ട്, പ്രതിസന്ധി എന്നുള്ള വാക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഡെയിലി ഇത് ഫേസ് ചെയ്യുന്നവരാണ് സ്ത്രീകൾ പലയിടത്തും. ഇപ്പം നേഴ്സിംഗ് ഡോക്ടർമാരും ചില സമയത്ത്, ഇവിടെ ഞാൻ ഇന്നലെ ക്രഷൊക്കെ കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ക്രഷൊക്കെ ഉണ്ട്. ഒരു ആശുപത്രികളിലും ഒന്നും ക്രഷുകൾ പോലും ഇല്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ ക്രഷൊക്കെ കാണുന്നുണ്ട് ഇന്നലെ ശോഭ പറയുമ്പോൾ. അപ്പോൾ ഈ നേഴ്സിനാണേലും ലേഡി ഡോക്ടർക്കാണെങ്കിലും ചിലപ്പോൾ കുട്ടിയെ ഫീഡ് ചെയ്യാൻ പോകണോ, അതോ ഇങ്ങനെ വളരെ ക്രൈസിസിൽ കിടക്കുന്ന ഒരു രോഗിയെ നോക്കണോ? ഇതിലേതാണ് ധാർമ്മികം എന്നുള്ള ചോദ്യം, ഇതൊക്കെ നിരന്തരമായിട്ട് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ക്രിയേറ്റീവ് വർക്ക്, അങ്ങനെയല്ലാത്ത മന്ദേൻ റുട്ടീൻ വർക്ക് അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ സിനിമ ഒക്കെ അതുപോലെ കമേഴ്സ്യൽ ആണോ, പിന്നെ അല്ല എന്താണ് ആർട്ട് ഫിലിം, കമേഴ്സ്യൽ ഫിലിം, ഇങ്ങനെയുള്ള ഡിവിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഓരോരോ ബോക്സിലാക്കി വെക്കുന്നതിന്റെ പ്രശ്നം. ഇങ്ങനെയൊന്നും അല്ലാണ്ട് നമുക്കിതിനെ വെറുതെ അങ്ങോട്ട് വിരിച്ചിടാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനെയും ഒരേപോലെ വിരിച്ചിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ധാർമ്മികമാകേണ്ടതുണ്ടല്ലോ. അവിടെ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറെന്നോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നവരെന്നോ ഒന്നും അങ്ങനെ ഒരു ബ്രാൻഡഡ് ആകേണ്ട ആവശ്യമില്ല. അതൊന്നുമല്ല എത്തിക്കൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ അഫക്റ്റ് എന്ന് പറയുന്ന കാര്യം, അതുപോലെ വേറൊന്നുള്ള ഈ ഇന്റർപേഴ്സണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് മാരേജിനകത്ത് മാത്രം ഒതുക്കി നിർത്തുന്നതിന്റെ ഒരു കാര്യം. അത് മാരേജിൽ നിർത്തുമ്പോൾ തന്നെ അത് വൺ സൈഡഡ് ആയിട്ടാണ്. അത് കമ്മിറ്റ്മെന്റ് സ്ത്രീകൾ പുരുഷന്മാരോട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇന്റിമസി അല്ലെ ഇന്റിമേറ്റ് റിലേഷൻസ് എന്ന് പറയുന്നത് വീടിനകത്ത് മാത്രം ഉണ്ടാക്കുന്നത്, വീടിനകത്ത് വളരെ നോമേറ്റീവായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ അല്ലാത്ത വർക്ക് പ്ലേസിൽ ഇന്റിമേസി ഉണ്ടാവില്ലേ, ഇന്റിമേറ്റ് റിലേഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാകുന്നു എന്നുള്ളതാണ് റിയാലിറ്റിയിൽ എല്ലാ സ്ഥലത്തും ഇന്റിമേറ്റ് റിലേഷൻ ഉണ്ടാകുന്നു. പക്ഷെ അതിന് നമുക്കൊരു എന്താ പറയാ, ഒരു വാല്യൂസും നമ്മൾ അതിന് കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ
ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകിൽ അവര് എന്താ പറയാ അത് വേറൊരു തരത്തിലുള്ള ഒരു റിലേഷൻ ആക്കി മാറ്റണം. ഒന്നുകിൽ മാരേജിനകത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്താണ് അവരൊരു ലോങ് ലാസ്റ്റിംഗ് ലവ് റിലേഷനോ അങ്ങനെ എന്തെങ്കിലും ആയി പോകണം എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ലാതെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു ഇന്റിമസീസിന് അതിന് വാല്യൂ ഇല്ലേ? ഇല്ല, എല്ലാത്തരം റിലേഷൻഷിപ്പിലും വർക്ക് സ്പേസിലാണെങ്കിലും അങ്ങനെ അല്ലാത്തൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും അതില് കൂടുതൽ അഫക്റ്റ് ഉണ്ടാകുന്നതും അഫക്റ്റ് ഇല്ലാത്തതും, അല്ലെങ്കിൽ അതിന്റെ പല ഗ്രേഡുകളിലും ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഇത് കൗൺസിലിങ്ങിലൊക്കെ ഇതാണ് ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പൊ നമ്മൾ ജോലി ഇന്ന് പോയി കഴിഞ്ഞാൽ അതെല്ലാം അവിടെ വിട്ടിട്ട് പോകണമെന്നുള്ളതാണ്. ആ ഒരു ഡിസ്റ്റൻസിങ്, അതാണ് ഈ എന്താണ് പറയാ, മറ്റേ ഡിയോണ്ടോളജിക്കലായിട്ടുള്ള എത്തിക്സിലൊക്കെ വരുന്നത്. നമ്മൾ പരമാവധി ഡിസ്റ്റൻസിങ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ നമ്മുടെ അടുത്ത് ഇടപഴകുന്ന എല്ലാ റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ പോലെ അഫക്റ്റ് ഉണ്ടാകാം, ഇന്റിമസി ഉണ്ടാകാം. അത് അത് എങ്ങനെയാണ് അതിനെ എത്തിക്കലാക്കേണ്ടത് നമ്മൾ വേറെ നോക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഒരുപാട് സെക്സ് വർക്കേഴ്സായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പോൾ ഒരു വർക്ക് പ്ലേസിലായിരിക്കാം, പക്ഷെ അവരും ഫ്രീ ആയതുകൊണ്ട് ഇതിനൊന്നും അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഉള്ള നോംസിനൊക്കെ പുറത്തായത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് എവിടെയും ഉണ്ടാകുന്നുണ്ടാകും, അല്ലെ ഇന്റിമസി ഉണ്ടാകുന്നുണ്ടാകും. അതിനകത്ത് എത്തിക്സ് നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ, നമ്മൾ എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ നമ്മൾ വെക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതെല്ലാം കൊണ്ട് ഫാമിലിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇതില്ല എന്നുള്ളതാണ്. ഞാൻ സമയക്കുറവ് കൊണ്ട് ഒരുപാട് എടുക്കുന്നില്ല, 5 മിനിറ്റും കൂടി ഉള്ളൂ എനിക്ക് പുത്രൻ പറഞ്ഞത്. അപ്പോ ഞാൻ നിർത്താൻ നോക്കുകയാണ്. അപ്പൊ ഇത് ഏതെല്ലാം എങ്ങനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം? ഇപ്പൊ ഈ നോമേറ്റീവ് ആയിട്ടുള്ള എത്തിക്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലെവലില് പലരും റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മെൻ വ്യക്തികൾ തന്നെ ഇപ്പോ സഹദും സിയയും കല്യാണം കഴിച്ചു. സഹദ് ഇസ് എ ട്രാൻസ് മാൻ ആൻഡ് സിയ ഇസ് എ ട്രാൻസ് വുമൺ. അപ്പൊ അവര് ഒരു കുഞ്ഞുണ്ടായി, അവർക്ക് കുഞ്ഞുണ്ടാവും. അപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ അവര് വീണ്ടും സാധാരണ നോർമലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും എന്നുള്ള ഒരു ഹെറ്ററോ നോമേറ്റീവ് ആയിട്ടുള്ള വിവാഹത്തിലേക്കാണ് അവർ പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊരു റെസിസ്റ്റൻസ് ആണ്. ആ നോമേറ്റീവായിട്ട് പോകുന്നത് അവരുടെ ഈ കോണ്ടെക്സ്റ്റിൽ അത് റെസിസ്റ്റൻസ് ആണെന്നുള്ളതാണ്. വേറൊരു ട്രാൻസ്മാൻ എനിക്ക് പരിചയമുള്ളത്, അവര് സ്ത്രീ ശരീരമായതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ അവര് ഫോഴ്സ്ഡായി, അവര് കല്യാണം കഴിക്കാൻ ഫോഴ്സ്ഡ് ആവുകയും റേപ്പ് ചെയ്യപ്പെടുകയും ഭർത്താവിനാൽ റേപ്പ് ചെയ്യപ്പെടുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം അവര് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. ഡിവോഴ്സ് ഒരു റെസിസ്റ്റൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ അവര് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അച്ഛനായിട്ട്, പ്രസവിച്ച കുട്ടിയുടെ അച്ഛനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അല്ലെ, അങ്ങനെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള റെസിസ്റ്റൻസ് പലതരത്തിലും ഉണ്ടാകാറുണ്ട്. പിന്നെ റൈറ്റേഴ്സും അല്ലെ മിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെ റൈറ്റേഴ്സ് ആയിട്ടുള്ളവർ, ഞാൻ അക്ഷിതയുടെ ഈ ഒരു ആത്മകഥ പോലെയുള്ളത് അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ഇന്റർവ്യൂ ആണത്. പക്ഷെ അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം, അവര് കുടുംബത്തിനകത്ത് ഈ ഒരു റോളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ്. കുടുംബത്തിനകത്തൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അവര് പുറത്തു വരുന്നുണ്ട്. എന്നിട്ട് അവര് വളരെ നല്ല ഒരു എഴുത്തുകാരിയായിട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷെ വീണ്ടും അവര് കുടുംബത്തിൽ തന്നെ നിൽക്കുകയാണ്. അതൊരു പ്രശ്നം അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ അതിന് പുറത്ത് കടന്നു കഴിഞ്ഞാല് പിന്നെ അത് അവരൊരു പ്രശ്നമായിട്ട് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഒരു പരിധിവരെ എനിക്കൊന്ന് മാധവിക്കുട്ടിയുടെ എഴുത്തുകളിൽ അത് കാണാം. അവർ കുടുംബത്തിനകത്ത് നിൽക്കുന്നൊന്നുമില്ല, കുടുംബത്തിലാണ് ജീവിക്കുന്നത്, കുടുംബം കുഴപ്പമില്ല എന്ന് പറയുന്നില്ല. അവിടെ അല്ല, അവരതിന് പുറത്ത് കടന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള റെസിസ്റ്റൻസുകളും സാധ്യമാണ് എന്നുള്ളതാണ് ഞാൻ. പിന്നെ മേതിൽ ദേവിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നർത്തകി ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഡാൻസറാണ്, ആക്ടറും ഒക്കെയാണ്. അപ്പൊ ദേവികയുടെ ഒരു ഇന്റർവ്യൂവിൽ അവര് പറഞ്ഞൊരു കാര്യം ഞാൻ അതുപോലെ ശ്രദ്ധിച്ചത്, അവർ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തിനാണ് നമ്മൾ ഇത്ര കൺസേൺഡ് ആവേണ്ട ആവശ്യം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ഇന്റിമേറ്റ് റിലേഷൻസിൽ എല്ലാവരും ആ ചോദ്യമാണ് അവരോട് ചോദിക്കുന്നത്. അതിന് ബോധർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് പറയും. വെച്ചാൽ അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ സെൽഫ് എക്സ്പ്രഷനൊക്കെ അവര്
ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അവര് ഡാൻസിലൂടെയോ അല്ലെങ്കിൽ അഭിനയത്തിലൂടെയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കുടുംബം ഇന്റിമസി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അതിനെന്താണ് ഇത്ര പ്രാധാന്യം എന്ന് അവര് ചോദിക്കുന്ന ഒരു തിയററ്റിക്കലിൽ നിന്നൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ലാണ്ട് തന്നെ അത് അത് കടന്നിട്ടുള്ള ആളുകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു പിന്നെ അത് ഈ മൂവ്മെന്റ്സ് തന്നെ പെക്യൂർ മൂവ്മെന്റ് ആണെങ്കിലും മറ്റേത് മൂവ്മെന്റുകളാണെങ്കിലും അപ്പൊ അങ്ങനെ ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷന്റെ പുറത്ത് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ് പറയാ, അത് ഉണ്ടാകുമായിരിക്കും. ഇങ്ങനെയുള്ള നമ്മുടെ അന്വേഷണങ്ങൾ അതുമായിട്ട് എവിടെയെങ്കിലും ബന്ധമുണ്ടാകുമായിരിക്കും എന്നല്ലാണ്ട് അതിന്റെ ആ ഒരു ഡിറ്റർമിനേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് വരുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് നിസാറിന്റെ ആ കൺസെപ്റ്റ് എന്താണ്, മെറ്റാഫിസിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നതിൽ ഈ ഒരു ഇത് എനിക്ക് തോന്നി. സാർ ഇപ്പൊ എന്താ പറയുന്നത് എനിക്കറിയില്ല. എത്തിക്കൽ ഈസ് പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ കമ്പാഷൻ പൊളിറ്റിക്കൽ ആണെങ്കിൽ എത്തിക്സും പൊളിറ്റിക്കൽ ആണല്ലോ. അപ്പൊ ആ രീതിയിലും അത് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രം ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എല്ലാം ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീ ശരീരസ്ഥരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഇതെല്ലാം പല സമയത്തും പലതും ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള തരത്തിലാണ് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ശരിയായ ഒരു കാഴ്ചപ്പാടെന്ന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ യൂണിവേഴ്സൽ നമ്മൾ പറയുമ്പോൾ എല്ലാത്തിനും യൂണിവേഴ്സൽ ആയിട്ടുള്ള അതൊന്നും അത്ര ആവശ്യമില്ല എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ യൂണിവേഴ്സൽ എന്നുള്ള അല്ലെ റൈറ്റ്സ് ലാംഗ്വേജിൽ നമുക്ക് പലപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അധികാര കേന്ദ്രങ്ങളുമായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഭാഷയിൽ തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല കാഴ്ചകളും പ്രസക്തമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ കുറച്ച് ആലോചനകൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു.